ഇത്രയായിട്ട് മാറിയില്ലേ മോളെ? ഇപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ എത്ര പ്രാവശ്യം ഡോക്ടറെ കാണിച്ച്? ഇനിയിപ്പൊ എന്താ ചെയ്യാ? പിന്നെ കുറവുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇരിക്കോ? ഡോക്ടറെ കാണിച്ചു തന്നെ ഉള്ളു. എന്തോരം മരുന്നാന്നറിയോ കഴിക്കാനും ഇവിടെ പുരട്ടാനൊക്കെ ഉള്ളത്. ആ കട്ടില് മാറ്റുന്ന സമയത്ത് തട്ടിപ്പോയതാ. അന്ന് അത്ര വേദന തോന്നിയില്ല. പിന്നെ ഇതൊക്കെ ഉള്ളിന്ന് ഇങ്ങനെ തെറിക്കുക. ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. സ്റ്റെയർ കേസ് ഒന്നും കയറാൻ പറ്റുന്നില്ല. തുണികളൊക്കെ അവിടെ തന്നെ അവിടെ കിടന്നോട്ടെ. ആരും ഇല്ലല്ലോ ഇവിടെ സഹായിക്കാനും പിടിക്കാനും ഒന്നും. ഞാനിപ്പോ എന്താ ചെയ്യാ? നിന്റെ ഈ അവസ്ഥയിലാണ് എനിക്ക് ഇട്ടിട്ട് പോകാനും തോന്നുന്നില്ല. അച്ഛനാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക്. ഞാനില്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക എടുക്കുക ഒന്നും ചെയ്യില്ല. ഇനിയിപ്പോ എന്തായാലും നിന്റെ അസുഖം മാറിയിട്ട് പോവാ. ഇല്ലിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് അവിടെ പോയി സമാധാനം കിട്ടണ്ടേ? എന്താ ചെയ്യാന്നിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അമ്മേനെ നിർത്താൻ ഒരു മടി. എന്തായാലും അമ്മ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാന്ന് പറഞ്ഞല്ലോ. അത് എനിക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. മേലെ തുണിയിടാനൊക്കെ അമ്മ ഒന്ന് കയറി അവിടെ ഒന്ന് അടിച്ചു വാരാനൊക്കെ ഒന്ന് സഹായിച്ചാൽ മതി. ബാക്കി പണിയൊക്കെ ഞാൻ ചെയ്യാം. എങ്ങനെയെങ്കിലും ഈ കാലുവേദന ഒന്ന് മാറ്റിയെടുക്കണം. പിള്ളേരെ പുറകെ ഓടാനുള്ളതല്ലേ. അതന്നെ ഞാനും പറയുന്നത്. ഞാൻ കുറച്ചു ദിവസം കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. മോളുടെ കാല് വേദന ഒന്ന് മാറിക്കിട്ടട്ടെ. അമ്മ നല്ല വെയില് ആകുന്നുണ്ട് തോന്നുന്നു. തുണി ഒന്ന് ഉണങ്ങാനിടുവോ? ആയിക്കോട്ടെ, തുണി ഉണങ്ങാൻ എടുത്തിട്ട് വരാം. ഞാൻ മേലെ കൊണ്ട് എടുത്തേ. ഞാനിവിടെ ഇരിക്കട്ടെ എന്നാല്. ആയിക്കോട്ടെ, മോളവിടെ റെസ്റ്റ് എടുക്ക. ആവും സമാധാനായി. ഇനിയിപ്പൊ റെസ്റ്റ് എടുക്കുന്ന കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മോനെ പഠിക്ക്. എന്റെ മമ്മി കാൽ സുഖമില്ലാത്തതാ. വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ 2 ദിവസം കഴിഞ്ഞ പോവേ. കുഞ്ഞു പറഞ്ഞു കേൾക്ക്. പഠിക്കുന്നല്ലാണ്. വെറുതെ ടെൻഷൻ കൊടുക്കണ്ട അവൾക്ക്. അതിനൊന്ന് കാല് വേദന മാറ്റി എടുത്തിട്ട് എനിക്ക് ഇവിടുന്ന് പോകണം. പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്ന മക്കള്. കണ്ണൊന്ന് തെറ്റിയാ മതി. അവൻ പഠിക്കുന്നുണ്ടല്ലേ മോളെ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ പഠിക്കാൻ. പരീക്ഷയാ, പിന്നെ പഠിക്കാണ്ട് എങ്ങനെ? അവൻ പഠിക്കും. പച്ചക്കായമ്മന്ന് പച്ചക്കായ ഉണ്ടാക്കട്ടെ. ചോറായോ? ആ ചോറ് 2 വിസിൽ ചോറ് ഓഫാക്കിയിട്ടുണ്ട്. സാമ്പാർ എന്തെങ്കിലും ഉണ്ടാക്കമ്മ? ഞാൻ വിചാരിച്ചു ഉപ്പേരി ഉണ്ടാക്കി മീൻകറി ഉണ്ടാക്കിയാലോ എന്നുള്ളത്. സാമ്പാറും എല്ലാം കൂടി ഉണ്ടാക്കിയാൽ കഴിയും. ഒക്കെ പച്ചക്കറികളായില്ലേ. മീൻ പൊരിക്കില്ലേ? മീൻ കുറച്ച് കറി ഉണ്ടാക്കാം. ഇത് ഉപ്പേരി ഉണ്ടാക്കാം. തുണി ഉണങ്ങാനിട്ടമ്മ? തുണി ഉണങ്ങാനിട്ടോ? നീ ഇപ്പൊ കഞ്ഞി വേണം പറഞ്ഞില്ലേ? ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് തരാം. ഒന്ന് ബെഡ്ഷീറ്റ് വിരിക്കണേ. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം. വെയിലത്ത് ഇത്ര നേരം ഇരുന്നിട്ട് എന്തോ പോലെയാന്ന്. നല്ല വേദനയാ കാല്? കാല് നല്ല വേദന. ഇപ്പൊ ഇങ്ങനെ ഞാൻ പുഴിഞ്ഞു തരാം. കൈ കഴുകട്ടെ. പച്ചക്കൈ മുറിച്ച് കയ്യിലൊക്കെ കറയാ. അതാ അമ്മ ആദ്യം അവിടെ കൊണ്ട് വെച്ചിട്ടേ എന്റെ കാലൊന്ന് കുഞ്ഞമ്മ. ഞാൻ വരാം. കൈ കഴുകിട്ട് വരാം.